Mr. Ali Kunyabawa. Ali Kunyabawa is from Ernakulam. Professionally a technical person, started his career in HMT Limited, Kerala. He worked in Kuwait, Dubai, and Abu Dhabi. He's honored as a Palmanist by the Institute of Palmanism in Australia. His topics for this evening is digital transformation. And do you know what is Palmanism? Let us ask Ali Kunyabawa. Okay. Assalamu alaikum, Ali Kunyabawa. Alaikum assalam wa rahmatullah, madam. Shall I start? Sure, please. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മതുമീ നിങ്ങളെത്താൻ. വയലാറിൻ്റെ ഒരു കവിതയാണ്. മാറ്റമാണ് ആവശ്യം, മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം മാത്രം. ഈ സായം സന്ധ്യയിൽ എന്നെ ശ്രവിക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏത് ട്രെൻഡുകളും കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പുറകോട്ട് ഒന്ന് ആ ഗ്രാഫിനെ വലിച്ചു നോക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഇതുവരെയുള്ള ആ പാത്തിന്റെ ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ളത്, ഒരു കാലത്ത് നമ്മൾ അഗ്രികൾച്ചറൽ ഏജിലായിരുന്നു. അതിനുശേഷം അവിടെ നിന്നും നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇൻഡസ്ട്രിയൽ ഏജിലേക്ക് മാറി. പിന്നീട് വന്നതാണ് ഇൻഫർമേഷൻ ഏജ്. 2000 കൂടിയാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇൻഫർമേഷൻ ഏജിലാണ്. 2050 വരെയാണ് ഇൻഫർമേഷൻ ഏജ് നിലനിൽക്കുക എന്നതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2020 കൂടി ഈ ഇൻഫർമേഷൻ ഏജ് അവസാനിച്ചിരിക്കുന്നു. ഒരു കാലത്ത് പരമ്പരാഗത ബിസിനസ് നടത്തുക എന്നത് വളരെ ആഢ്യത്വമുള്ള ഒന്നായിരുന്നു. പാരമ്പര്യ ബിസിനസ്സുകാർക്ക് സമ്പത്തുണ്ടായിരുന്നു, സമൂഹത്തിൽ മാന്യത ഉണ്ടായിരുന്നു. അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവർ തീരുമാനിക്കുമായിരുന്നു നമ്മൾ ഏത് സാധനം വാങ്ങണമെന്ന്. അവർ തീരുമാനിക്കുമായിരുന്നു നമ്മൾ എന്താണ് വാങ്ങേണ്ടത് എന്ന്. അവർ പറയുന്ന വില, ഗുണനിലവാരം നിശ്ചയിക്കാൻ വഴികളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ ബിസിനസ്സുകളെല്ലാം ഇന്ന് എടുക്കാച്ചരക്കുകളായി മാറിയിരിക്കുന്നു, കാലഹരണപ്പെട്ട നാണയങ്ങളായി മാറിയിരിക്കുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ ബീയിങ് ഗുഡ് ഇനഫ് ഈസ് ലൈക്ക് ബീയിങ് ഡെഡ് ബിക്കോസ് യു വിൽ ബി കൺസിഡേർഡ് ആസ് യൂസ്ലെസ്. എന്നാൽ ഇപ്പോൾ കാലം മാറി. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വില നോക്കി, ഗുണം നോക്കി, ആളുകളുടെ അഭിപ്രായം നോക്കി വീട്ടിലിരുന്ന് തന്നെ വാങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു. എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിനും തുല്യമായ വൈശിഷ്ട്യങ്ങളുള്ള പ്രവൃത്തികൾ തികവ് തേടുന്ന ഈ ലോകത്തിൽ നവീകരിക്കപ്പെടാൻ ഒന്നേ ബാക്കിയുള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങൾ എന്ത് പറയുന്നു? അതാണ് ഇവിടെ പ്രധാനം. ഡിജിറ്റൈസേഷൻ, മൊബൈലൈസേഷൻ, ഓഗ്മെന്റേഷൻ, ഡിസ്ഇന്റർമീഡിയേഷൻ, ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ്. അതെല്ലാം ഊർജം നൽകുന്ന, ഉഗ്രമായി വീശിയടിക്കുന്ന മാറ്റത്തിന്റെ പ്രധാന ഭാഗം നിങ്ങളാണ്. ശാസ്ത്ര കൽപ്പനകൾ ശാസ്ത്ര സത്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവറില്ലാ കാറുകളും സ്വന്തമായി ചിന്തിക്കുന്ന കമ്പ്യൂട്ടറുകളും കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകം അതിവേഗം മാറുകയാണ്. ഇന്നലെ നമുക്കുണ്ടായിരുന്ന കഴിവുകൾ ഇന്ന് നമുക്ക് ആവശ്യമില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുന്നു. ജയപരാജയങ്ങൾ എത്രയോ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്രതികരണം? മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഈ മഹാവിസ്ഫോടനത്തിന്റെ, ഈ മഹാവിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവനോപാധികൾ, നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ അതിജീവനം, നിങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുന്നത്? ഈ പുതിയ ചിന്താധാരകളെ, ഈ പുതിയ മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളുകയാണോ അതോ നിങ്ങൾ അവയാൽ പുറന്തള്ളപ്പെടുകയാണോ ചെയ്യുന്നത്? ഒരു സിനിമ ഡയലോഗ് പോലെ, നിങ്ങൾ ഒരു നോ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നത്തെയും പോലെ ആ ദിവസം എരിഞ്ഞടങ്ങും. എന്നാൽ നിങ്ങൾ ഒരു എസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് ചരിത്രമാകും.
വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം നൽകുന്ന ചരിത്രം. മുൻകാലങ്ങളിൽ വളരെ പതിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം ഇക്കാലത്ത് അതിൻ്റെ വേഗത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ. മുൻകാലങ്ങളിൽ വസ്തുക്കളും വസ്തുതകളും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായി തമ്മിൽ വലക്കണ്ണികൾ പോലെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാറുകൾ, പട്ടണങ്ങൾ, തുറമുഖങ്ങൾ, ഫാമുകൾ, എന്തിന് നമ്മുടെ ശരീരങ്ങൾ പോലും സെൻസറുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. തന്മൂലം പരസ്പരം ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. അവ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ ഡാറ്റയ്ക്ക് ഇന്ധനം നൽകുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പുഷ്ടിപ്പെടുത്തുന്നു. ആഴത്തിലുള്ള പഠനങ്ങൾ റോബോട്ടിക്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്നിരുന്നാലും മനുഷ്യ സ്വഭാവങ്ങളായ ക്രിയാത്മകത, ഭാവന, അന്തർജ്ഞാനം, വൈകാരികത, നൈതികത എല്ലാം ഭാവിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ യന്ത്രങ്ങൾക്ക് ആവർത്തിക്കാനേ കഴിയൂ, എന്നാൽ സൃഷ്ടിക്കാനാവില്ല. മനുഷ്യന്മാരും സോഫ്റ്റ്വെയറുകളും നമ്മുടെ ധാരാളം പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ യന്ത്രവൽകൃതമാക്കാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. മാറ്റം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നതിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, എന്താണ് ലഭിച്ചത് എന്നതിലല്ല. ഇതിന് വരാൻ പോകുന്ന 5 or 7 കൊല്ലം മുമ്പോട്ടുള്ള കാര്യങ്ങൾ നാം കാണേണ്ടിയിരിക്കുന്നു. ഒരു പഴഞ്ചൊല്ല് പോലെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന രീതിയിൽ നാം ടെക്നോളജിയുടെ മുമ്പേ നടക്കണം. ടെക്നോളജി പ്രതിനിധീകരിക്കുന്നത് എങ്ങനെ മാറ്റമുണ്ടായി എന്നതാണ്. എന്നാൽ മനുഷ്യൻ പ്രതിനിധീകരിക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാകേണ്ടത് എന്നതിലാണ്. ഭാവി സൂചിപ്പിക്കുന്നത് സമഗ്രമായ ബിസിനസ് മാതൃകകളാണ്. ഭാവി എന്ന് പറയുന്നത് തനിയെ സംഭവിക്കുന്നതല്ല, അത് നാം സംഭവിപ്പിക്കുന്നതാണ്. ഒരു ഖുറാന്റെ ഒരു വചനമുണ്ട്, ലാ യുഗൈറു മാ ബിഖൗമിൻ ഹത്താ യുഗൈറു മാ ബി അൻഫുസിഹിം. അതായത് സ്വയം മാറാൻ തയ്യാറാവാതെ, മാറ്റം ഹൃദയത്തിൽ ഉണ്ടാവാതെ ഒരു മാറ്റവും അള്ളാഹു വരുത്തുകയില്ല എന്നാണ് അതിൻ്റെ. പിന്നെ ഒരു നബി വചനം പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാം ഒരു തീരുമാനത്തോടു കൂടിയായിരിക്കും. അതായത് ഫസ്റ്റ് യു ഡിസൈഡ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ആക്ട് ഫോർ ഇറ്റ്. വൺസ് അപ്പോൺ എ ടൈം, ഒരു കഥ, സാധാരണഗതിയിൽ ഒരു കഥ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇവിടെ ഞാനൊരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് മൺമറഞ്ഞോയ ആളുടെ കഥയല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കഥയാണ്. കേരളത്തിൽ ചേർത്തലയിലെ പള്ളിപ്പുറം എന്ന കടലോര ഗ്രാമത്തിലെ വലിയ വ്യക്തിത്വമായി മാറിയ ഒരാളുടെ കഥ. അദ്ദേഹത്തിന്റെ പേര് മാത്യു എന്നാണ്. എല്ലാവരെയും പോലെ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം നാട്ടിലെ ജോലികളിൽ ഒന്നായ മീൻ കയറ്റുമതി ഓഫീസിൽ ജോലിക്ക് കയറി. 17 വർഷങ്ങൾ അവിടെ ജോലി ചെയ്തു. ഈ കാലയളവിൽ അദ്ദേഹം മീൻ കയറ്റുമതിയുടെ ആദ്യന്തമുള്ള എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി. എന്ന് വെച്ചാൽ കടപ്പുറത്ത് നിന്നും മീൻ വാങ്ങുന്നത് മുതൽ അത് കയറ്റി അയക്കുന്നത് വരെയും അതിനപ്പുറവുമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ചിന്ത ഉണ്ടായത്, ഇനി സ്വന്തമായി എന്തെങ്കിലും ചെയ്താലോ എന്ന്. സ്വാഭാവികമായും അദ്ദേഹം ചിന്തിക്കുക മീൻ കയറ്റുമതിയെ പറ്റി തന്നെയാണ്. എന്നാൽ അക്കാലത്ത് പോലും കുറഞ്ഞത് 5 കോടി രൂപയെങ്കിലും ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന് അത് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. പിന്നെന്ത്? അപ്പോഴാണ് പ്രകൃതി നമ്മുടെ സഹായത്തിനെത്തുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ ശക്തമാണെങ്കിൽ നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ആഗ്രഹത്തിന്റെ തീക്ഷ്ണത അനുസരിച്ചുള്ള തരംഗ ദൈർഘ്യത്തിലുള്ള ഒരു ശക്തമായ സിഗ്നൽ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ അതേ തരംഗ ദൈർഘ്യത്തിലുള്ള മറ്റൊരു സിഗ്നലിനെ പിടിച്ചെടുത്ത് അത് നമ്മിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അറിവ് ലഭിക്കുന്നു ദുബായിലേക്ക് പച്ചമീൻ കയറ്റിയേക്കാൻ അവസരങ്ങൾ ഉണ്ടെന്ന്. ഉടനെ അദ്ദേഹം ദുബായിലേക്ക് പുറപ്പെടുന്നു. അവിടെ ചെന്നപ്പോൾ വളരെ വിശാലമായ ഒരു ലോകമാണ് അദ്ദേഹം കണ്ടത്. അതായത് 60 രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് പച്ചമീൻ വന്നുകൊണ്ടിരിക്കുന്നു. 8-10 ദിവസം അവിടെ കറങ്ങി ഒരു ഓർഡറും സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. കച്ചവടം ഉഷാറായി നടക്കുന്ന സമയത്താണ് 2008 സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയിൽ മാന്ദ്യം ഉണ്ടായില്ല എന്നത് ഓർക്കേണ്ടതാണ്. 2011 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കച്ചവടത്തെയും മാന്ദ്യം ക്രമേണ ബാധിച്ചു തുടങ്ങി. മറ്റുള്ള രാജ്യങ്ങളിലുള്ള മാന്ദ്യം ക്രമേണ ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഒരു അഭിപ്രായം പറഞ്ഞു,
എന്തിനാണ് വില കൂടിയ മീൻ വാങ്ങിയിട്ട് വില കുറഞ്ഞ രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നത്? വില കൂടിയ രാജ്യത്തേക്ക് അയച്ചാൽ മതിയല്ലോ എന്ന്. ഇന്ത്യയിൽ അപ്പോൾ മാന്ദ്യം ബാധിച്ചിരുന്നില്ല. അതാണ് വസ്തുത അന്ന്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ശരിക്കും അത് ഭാര്യയുടെ അഭിപ്രായം ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഐഡിയ തന്നെയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എങ്ങനെ ഓൺലൈനായി മീൻ കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ്റെ സോഫ്റ്റ്വെയർ കമ്പനിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഫിഷറീസ് കോളേജിലെ 3 പേരെ ഹയർ ചെയ്തുകൊണ്ട് 6 മാസം കൊണ്ട് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹം സീ ടു ഹോം എന്ന ഒരു കമ്പനി സ്ഥാപിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം ഫോസ്റ്റ് മാഗസിൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനെത്തി. 3 ദിവസം അവർ അദ്ദേഹത്തിനെ കൂടെ താമസിച്ചു. ബിസിനസിന്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം ഈ ബിസിനസിനെ കുറിച്ച് ലേഖനം എഴുതി. പിന്നീട് പല മാധ്യമങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ലേഖനം എഴുതി. കൂട്ടത്തിൽ VC സർക്കിൾ എന്ന വളരെ പ്രസിദ്ധമായ ഒരു ഓൺലൈൻ പത്രം വന്നു. അവരുടെ ന്യൂസുകൾ വായിക്കാൻ നാം അവർക്ക് പൈസ കൊടുക്കണം. അവർ ഒരാഴ്ച അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസിന്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം പോകാൻ നേരം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളാണ് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈനായി പച്ചമീൻ ബിസിനസ് നടത്തുന്നത്. മാത്രവുമല്ല, ലോകത്ത് ആദ്യമായി പച്ചമീനിനെ സൈറ്റിൽ എത്തിച്ചത് താങ്കളാണ്. ഇനി താങ്കളെ തേടി വിദേശത്ത് നിന്ന് പോലും ആളുകൾ പണമായി താങ്കളുടെ അടുത്തെത്തും. അത് ശരിയായിരുന്നു. പിന്നീട് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. VC സർക്കിൾ എന്ന മാധ്യമത്തിന്റെ വാർത്ത വന്നതിന് ശേഷം മലയാള മനോരമ അദ്ദേഹത്തിന്റെ വാർത്ത നൽകുകയുണ്ടായി. ഒത്തിരി പേര് ആ സൈറ്റിൽ അപ്പോൾ കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ സൈറ്റ് ബ്ലോക്കായി പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ കസ്റ്റമറായ ഷാൻ കടവിൽ എന്ന ഒരാളുമായി ബന്ധപ്പെട്ട് സൈറ്റ് വീണ്ടും റീഓപ്പൺ ചെയ്തു. അദ്ദേഹം ആ സമയം മീനിനോടൊപ്പം മീറ്റും ചേർത്തുകൊണ്ട് അദ്ദേഹം ഫ്രഷ് ടു ഹോം എന്ന പേര് മാറ്റുകയുണ്ടായി. പിന്നീട് ഗൂഗിൾ മുതൽ താഴോട്ടുള്ള ഒരുപാട് കമ്പനികൾ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ പണം മുടക്കുകയുണ്ടായി. ഇന്ന് അദ്ദേഹം 240 കോടി രൂപയുടെ മീനും ഇറച്ചിയും ഓൺലൈനായി വിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതായത് എത്രയോ പേർ തങ്ങളുടെ ജീവിതം ഒരു പുരുഷായുസ് മുഴുവൻ മീൻ വിൽപ്പന നടത്തി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം മാത്രം എന്താ ഇങ്ങനെ? അതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന്റെ ശക്തി. മറ്റൊന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന മീൻ ബിസിനസ് $50 ബില്യൺ. ഹോളിവുഡ് സിനിമ ബിസിനസ് പോലും $48 ബില്യൺ. മീനും ഇറച്ചിയും കൂടിയാൽ അത് $150 ബില്യൺ മാറും. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് ഇന്ത്യയിലെ മത്സ്യ ബിസിനസിന്റെ 0.0001% മാത്രമാണ്. ഡിജിറ്റലായ മീൻ ബിസിനസ്സിൽ അനന്ത സാധ്യതകൾ തുറന്നു കിടക്കുന്നു എന്നർത്ഥം. ഇനി നമുക്ക് എൻ്റെ വിഷയം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ്. എന്താണ് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമുക്കതിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നടത്താം. സമയക്കുറവ് മൂലം ഓരോ പോയിന്റും തൊട്ട് പോവുകയുള്ളൂ, ക്ഷമിക്കുക. ചിലതൊക്കെ നമുക്കറിയാം, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ ബാങ്കിങ്. എന്നാൽ ഇതിൻ്റെ കൂടെ മറ്റൊരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട്. വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മിക്സഡ് റിയാലിറ്റി, എക്സ്റ്റൻഡഡ് റിയാലിറ്റി, ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ, ഹോളോപോർട്ടേഷൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇങ്ങനെ ഒരുപാട്. എന്താണ് ഈ വിർച്വൽ റിയാലിറ്റി? ക്ലോസ് ചെയ്ത ഒരു കണ്ണടയിലൂടെ, ഒരു ഹെഡ്സെറ്റിലൂടെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കാഴ്ചകൾ കാണുന്നു. ശരിക്കും കാണുകയല്ല, കാഴ്ച അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഓഗ്മെന്റഡ് റിയാലിറ്റി കണ്ണട ഇല്ലാതെ പുറം ലോകം കാണുകയാണ്. കാഴ്ചകൾ കണ്ണുകൊണ്ടാണെങ്കിലും പ്രതിബിംബത്തിന് വ്യത്യാസമുണ്ടാവുന്നു, ത്രിമാന ചിത്രമായിരിക്കും. മിക്സഡ് റിയാലിറ്റി എന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ്. ഹോളോഗ്രാഫിക് ഡിസ്പ്ലേ, ഹോളോപോർട്ടേഷൻ മുതലായവ മിക്സഡ് റിയാലിറ്റിയുടെ ഭാഗങ്ങളാണ്. ഒരാളുടെ ഇമേജ് 3 ഡയമെൻഷനിൽ നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ ആളെ നേരിട്ട് കാണുന്നതിനും എത്രയോ ഇരട്ടി ക്ലാരിറ്റിയിൽ. ഏത് ഭാഷക്കാരനോട് സംസാരിക്കാം. ലാംഗ്വേജ് വിൽ നോട്ട് ബി എ ബാരിയർ. കോങ്കോയിലുള്ള ഒരാളോട് അയാളുടെ ഭാഷയിൽ സംസാരിച്ചു വിലപേശി ഒരു സാധനം നമുക്ക് വാങ്ങാം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അയാൾക്ക് കോങ്കോ ഭാഷയിൽ മനസ്സിലാവും. മിക്സഡ് റിയാലിറ്റിയിലും അനുബന്ധ സംഭവങ്ങളിലും ഇന്ത്യൻ കമ്പനിയായ ജിയോ
33,600 കോടിയാണ് ഈ മേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2012 ഒരു ഉദാഹരണമാണ്. 2012 ഓഗ്മെന്റഡ് റിയാലിറ്റിക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് മാജിക് ലീപ്പ് എന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ വലിയ വലിയ ആളുകളാണ്. അതായത് ഗൂഗിൾ, ആലിബാബ പോലെയുള്ള ആളുകളാണ് അന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് 2010. 2016 ഫോബ്സ് മാസിക ആ സ്ഥാപനത്തിന്റെ വാല്യൂ പറഞ്ഞത് $4.5 ബില്യൺ ബില്യൺ. 2010 സ്ഥാപനം തുടങ്ങിയെങ്കിലും 2016 പോലും ഒരു പ്രോഡക്റ്റ് പോലും സ്ഥാപനം ഇറക്കിയിട്ടില്ലാത്ത സമയത്താണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. 2018 ആദ്യത്തെ പ്രോജക്റ്റ് പുറത്തിറങ്ങുന്നത്. അതിന്റെ പേര് മാജിക് ലീപ്പ് 1 എന്നായിരുന്നു. ആലോചിച്ചു നോക്കുക, ARന്റെയും VRന്റെയും MRന്റെയും പ്രസക്തി എത്രമാത്രമുണ്ടെന്ന്. മൈക്രോസോഫ്റ്റിന്റെ ഒരു ഉപകരണമാണ് ഹോളോലെൻസ്, നാം മുമ്പേ പറഞ്ഞ ഹെഡ്സെറ്റ്. ഈ റീറ്റെയിലിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. ഓൺലൈനിൽ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ച് വിൽക്കുന്ന കമ്പനികൾ, ജെഫ് ബസോസിന്റെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ മുതലായ ഒരുപാട് കമ്പനികൾ ഈ രംഗത്തുണ്ട്. പുതിയ പുതിയ കമ്പനികൾ വന്നുകൊണ്ടുമിരിക്കുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ അവർ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്ന വ്യവസായമാണ് ഇത്. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഈസ് റീഡിഫൈനിങ് നൗ ത്രൂ വിർച്വൽ ലേണിംഗ്. എഡ്യൂക്കേഷൻ രീതി തന്നെ സമൂലം മാറാൻ പോവുകയാണ്. 50 ഏക്കറിൽ 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള വിദ്യാലയത്തിൽ 1 കോടി തലവരിപ്പണം വാങ്ങിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് 6,000 രൂപ ശമ്പളം കൊടുത്തുകൊണ്ടുള്ള രീതി മാറി ഓൺലൈൻ യൂണിവേഴ്സിറ്റി ആയി മാറാൻ പോവുകയാണ്. ഇപ്പോഴും ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. സ്ഥിരം അധ്യാപകരുടെ കേട്ടുമടുത്ത ശൈലിക്ക് പകരം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള അധ്യാപകർ വ്യത്യസ്ത ആക്സെന്റുകളിൽ ക്ലാസ് എടുക്കും. ലോകത്തിലുള്ള ഏത് രാജ്യത്തും ഇരുന്നുകൊണ്ട് നമുക്ക് ട്യൂഷൻ എടുക്കാം, 1 to 1 ആയിട്ട്. നമ്മുടെ ത്രിമാന ഇമേജ് US-ലുള്ള ഒരു കുട്ടിയുടെ സ്റ്റഡി റൂമിലുള്ള കസേരയിൽ ഇരുന്ന് ആ കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നു. അതേസമയം മറ്റു പല രാജ്യങ്ങളിലുള്ള കുട്ടികൾക്കും ഇതേ ട്യൂഷൻ ലഭിക്കുന്നു. ഓരോ സ്ഥലത്തും കുട്ടികൾക്ക് എൻ്റെ ടീച്ചർ എൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു എന്നൊരു തോന്നൽ കുട്ടികൾക്കുണ്ടാകുന്നു. അവർ ചോദിക്കുന്നതിന് മറുപടികൾ നൽകാം. ഓരോ ക്ലാസ്സിലും എന്തിനെ പറ്റിയാണോ പഠിപ്പിക്കുന്നത് ആ ഓബ്ജക്റ്റിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി, ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ഒരു ആനയുടെ ഓബ്ജക്റ്റ് കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് നിർത്തി ടീച്ചർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവരിച്ചു കൊടുക്കാം. ഇത് ഇപ്പോൾ മലപ്പുറത്ത് സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഏറ്റവും വലിയ ഗുണം എന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നതാണ്. ഇന്ത്യയിൽ 2019 ഓൺലൈനിൽ പഠിച്ചത് 45 മില്യൺ ആളുകളാണ്. അതായത് 4.5 കോടി ആളുകൾ. 2020 അത് 90 മില്യൺ ആവുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഉഡൈമി, എഡ്ടെക്സ്, കോഴ്സെറ മുതലായവ നന്നായി നടക്കുന്ന ഓൺലൈൻ കോഴ്സ് കമ്പനികളാണ്. കോഴ്സെറ എന്ന കമ്പനിയുടെ ഒരു കണക്ക് പറയാം. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ കമ്പനി ലോകവ്യാപകമായി ഉണ്ടാക്കിയ വർധന 650%. കോഴ്സെറയുടെ ഇന്ത്യയിലെ ഗ്രോത്ത് 1400%. ജോലി ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന രീതിയാണ് കോർപ്പറേറ്റ് ലേണിംഗ്.
സ്റ്റാർബക്സ്, ഡിസ്നി, ഡിസ്കവർ മുതലായ കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്ക് ഓൺലൈനായി പഠിക്കുവാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്ന കണക്ക് ഔട്ട്പുട്ട് പെർ ലേബർ ന്റെ ആഗോള നിലവാരം നോക്കുമ്പോൾ 49% കുറവാണ് ഇന്ത്യയിൽ. ഇതിന് കാരണം പുതിയ പുതിയ അറിവുകൾ തത്സമയം കിട്ടാത്തതാണ്. 2025 ഓൺലൈൻ എഡ്ടെക് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് $181 ബില്യൺ. ഇതിന്റെ ആഗോള വളർച്ച 16.1%. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നാം നോക്കുമ്പോൾ അതിബൃഹത്തായ ഒരു വികാസമാണ് നാം കാണുന്നത്. ഏത് ലൊക്കേഷനും സ്പെഷ്യൽ ഇഫക്ട്സും നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നിർമ്മിക്കാം. അതായത് നാം കണ്ടിട്ടുണ്ടാവും ഗാനരംഗങ്ങൾ വിദേശത്തുള്ള ലൊക്കേഷനുകളിൽ പോയി ചിത്രീകരിക്കുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ഗാനരംഗം ചിത്രീകരിക്കാൻ യൂണിറ്റും ആളുകളും ഏതെങ്കിലും എൻ്റെ യൂണിറ്റും ആളുകളും ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോകുന്നത് എത്ര കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്? ഇനി അതെല്ലാം നമുക്ക് അത്ര പൈസ ഒന്നും ചെലവില്ലാതെ ഇനി അതെല്ലാം നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ നിർമ്മിക്കാം. ഭാവിയിൽ നടന്മാർ പോലും ആവശ്യമില്ലാത്ത അവസ്ഥ വരും എന്ന് കണക്ക് കൂട്ടുന്നു. ആർക്കിടെക്ചറൽ ഡിസൈൻസിനെ കുറിച്ച് നോക്കാം. എല്ലാ നിർമ്മിതികളും 3 ഡയമെൻഷനിൽ ഡിസൈൻ ചെയ്യാം. വിർച്വൽ ഡിസൈൻസിലുള്ള വീട്ടിനകത്തേക്ക് നമുക്ക് കയറി ചെന്ന് ഓരോ മുറിയിലും കയറി ഇറങ്ങി ഓരോന്നും നോക്കി വല്ലതും സ്ഥാനം മാറ്റേണ്ടതുണ്ടെങ്കിൽ വിർച്വലായി അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്ലാൻ സ്വീകരിക്കാം. ടൈലിന്റെ കളർ മാറ്റി മാറ്റി നോക്കി സെലക്ട് ചെയ്യാം. ഭിത്തിയുടെ കളർ മാറ്റി മാറ്റി നോക്കി സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ചിന്തിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ ആളുകൾ അന്വേഷിക്കുന്നത് പോണോഗ്രാഫിയാണ്, സെക്സുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത് ആളുകൾ അന്വേഷിക്കുന്നത് ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നാം ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, നീണ്ട കാത്തിരിപ്പിന് ശേഷം ഡോക്ടറെ കാണുന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയുന്നു നിങ്ങൾ മറ്റൊരു വിദഗ്ധനെ കാണേണ്ടതുണ്ട് എന്ന്. വീണ്ടും നീണ്ട കാത്തിരിപ്പ്. എന്നാൽ ഇനിയുള്ള കാലം ഒരു മെഡിക്കൽ സംഘം പറഞ്ഞിരുന്നു അതിലൂടെയാണ് പോകേണ്ടത്. ഞാനത് പറയേണ്ടെന്ന് ഇനിയുള്ള കാലം ഒരു മെഡിക്കൽ സംഘം തന്നെ വിദേശത്തോ ദൂരദിക്കുകളിൽ ഇരുന്നു കൊണ്ടോ നമ്മെ പരിശോധിക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ പോകുന്നു. സർജറി ആണെങ്കിൽ കൂടി റിമോട്ടായി വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു ആശുപത്രിയിൽ അത്രയൊന്നും വിദഗ്ധനല്ലാത്ത ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയും. ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ടെസ്റ്റ് എന്നത് വരാൻ പോകുന്ന രോഗങ്ങളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിരോധ മരുന്നുകൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ്. 2020 മാർച്ചിൽ സെൻട്രൽ ഗവൺമെന്റ് ടെലിഹെൽത്തിന് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. 2025 ഇന്ത്യയിലെ ഹെൽത്ത് മാർക്കറ്റ് $5.4 ബില്യൺ എന്ന് കണക്കാക്കപ്പെടുന്നു. ഫ്രോസ്റ്റ് ആൻഡ് സുള്ളിവൻ എന്ന റിസർച്ച് കമ്പനി പറയുന്നത് 2025 7.5 ഇരട്ടി വർധന കാണിക്കും എന്നാണ് ഹെൽത്ത് മാർക്കറ്റ്. ടെലിഹെൽത്ത് നന്നായി ചെയ്യുന്ന ഒരു ആപ്പാണ് പ്രാക്ടോ. ഈ സമയത്ത് 50% ഗ്രോത്ത് കാണിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ അടുത്തിടെയായിട്ട് നെറ്റ്മെഡ്സ് എന്ന ഓൺലൈൻ ഫാർമസി ജിയോ വാങ്ങുകയുണ്ടായി. ടൂറിസം മേഖലയിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ടല്ലോ, വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥയാത്ര, മലേഷ്യ, സിംഗപ്പൂർ ഉല്ലാസയാത്ര എന്നൊക്കെ. ഭാവിയിൽ അത് സിനിമ ട്രെയിലർ പോലെ മിക്സഡ് റിയാലിറ്റിയിൽ ആയിരിക്കും ഉണ്ടാവുക. വിർച്വൽ മ്യൂസിയങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളും വീട്ടിൽ തന്നെ ഇരുന്ന് അനുഭവിച്ച് കാണുക എന്നത് എത്ര സന്തോഷകരമായിരിക്കും അല്ലേ? പ്രായമായ അച്ഛനമ്മമാർക്ക് അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ തീർത്ഥയാത്രകൾ വീട്ടിലിരുന്ന് തന്നെ യാതൊരു ചിലവുമില്ലാതെ അനുഭവിക്കാൻ കഴിയും എന്നത് ആത്മനിർവൃത്തി നൽകുന്ന ഒരു കാര്യം തന്നെയല്ലേ?
പുതിയ ടെക്നോളജിയിലൂടെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വിമാനത്തിൽ പറന്ന് അതിൽ നിന്നും താഴേക്ക് ചാടാം. എല്ലാ അനുഭവങ്ങളോടും കൂടി തന്നെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കൂടി നടക്കാം. ഹിമാലയത്തിന്റെ കൊടും തണുപ്പിലേക്ക് ഒരു കാൽനടയാത്ര നടത്താം. ആർട്ടിഫിഷ്യൽ റിയാലിറ്റി ഇൻ ഗെയിംസ്, എന്റർടൈൻമെന്റ്സ് ARന്റെ സഹായത്തോടെ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗെയിം മേക്കർ ഓസ്മോ എന്ന കമ്പനി ബൈജൂസിന്, ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ, ബൈജൂസിന് ഇപ്പോൾ ചെറിയൊരു ആപ്പ് വിറ്റത് $120 മില്യൺ. അപ്പോൾ അതിന്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ ഒരുപാട് സിനിമ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഗെയിംസിലും അതുപോലെ എന്റർടൈൻമെന്റുകളിലും നമ്മൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ ഇനി റെസ്റ്റോറൻറ്റുകളെ കുറിച്ച്, വിർച്വൽ റെസ്റ്റോറൻറ്റുകൾ, വിർച്വലായി ആഹാര സാധനങ്ങൾ കണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് വിർച്വലായിട്ട് അവിടെയുള്ള ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടിട്ട് നമുക്ക് വേണ്ടത് വിർച്വലായിട്ട് തന്നെ ഒരു ടേബിളിൽ എടുത്തു വെച്ചതിന് ശേഷം കിച്ചണിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ ഓർഡറുകൾ നൽകാം. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് കുക്കിംഗ്. ഇപ്പൊ കുക്കിംഗ് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. കുക്കിംഗ് അറിയാത്തവർക്ക് ARന്റെയും MRന്റെയും സഹായത്തോടെ കുക്ക് ചെയ്യാം. നമ്മുടെ മുമ്പിൽ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു തരും നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചേർക്കേണ്ടത്, ഓരോരോ ചേരുവകളെ പറ്റിയും. അടുത്ത ഒരു കാര്യമാണ് ഇന്റീരിയർ ഡെക്കറേഷൻ ആൻഡ് ഫർണിച്ചേഴ്സ്. ഈ പുതിയ ടെക്നോളജിയിലൂടെ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്തു നോക്കാം. നമുക്ക് പുതിയത് മാറ്റി മാറ്റി നോക്കാം, പരീക്ഷിച്ച് നോക്കാം, ഒരു ചെലവുമില്ലാതെ. ഇതുപോലെ തന്നെ നമുക്ക് ഫർണിച്ചറും തിരഞ്ഞെടുക്കാം. നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ഒരു ഇന്റീരിയർ ചെയ്ത് നോക്കി പിന്നെ അത് ശരിയല്ലെങ്കിൽ മാറ്റി നോക്കി അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. എത്ര ചെലവുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചെലവുമില്ലാതെ നമുക്കത് ചെയ്തു നോക്കാം. ഫർണിച്ചറുകളൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് നമ്മുടെ സ്പേസിൽ, നമ്മുടെ വീട്ടിലുള്ള സ്പേസിൽ ഇട്ട് നോക്കാം, അതിന്റെ കളർ നോക്കാം, കളർ ചേഞ്ച് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. AR അറ്റ് മാൾസ്. ഇന്ന് ഒരുപാട് മാളുകളുണ്ടല്ലോ. ഇവിടെ നമുക്ക് തന്നെ ഇപ്പൊ പിന്നെ യൂസ്ഫുൾ ലുലു മാള്, ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മാള് ലുലു മാളുണ്ട്. അതേപോലെ തന്നെ ദുബായിൽ ഒരുപാട് മാളുകളുണ്ട്. എല്ലാ രാജ്യത്തും ഉണ്ട് മാളുകൾ. വാൾമാർട്ടിന്റെ മാളുകളുണ്ട്. അവിടെ കുട്ടികളുടെ പ്ലേയിങ് ഏരിയയിൽ ആണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്ലേയിങ് ഏരിയയിലാണ്. അത് അതിന് ഉദാഹരണങ്ങൾ, ആ പ്ലേ ഏരിയ കൂടി ഒരു ആന നടന്നു പോകുന്നു, വിർച്വലായിട്ടുള്ള ഒരു ആന നടന്നു പോകുന്നു. പിന്നെ സമുദ്രത്തിൽ വിർച്വലായിട്ട് തന്നെയാണ്, സമുദ്രത്തിൽ നിന്ന് ഒരു സ്രാവ് ചാടി വരുന്നു. പിന്നെ മഞ്ഞ് പെയ്യുന്ന പ്രദേശത്തു കൂടി നമുക്ക് നടക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. മഞ്ഞ് കട്ടകള്, വലിയ മഞ്ഞ് മലകള് നമ്മൾ കാണുന്ന, നമ്മുടെ അരികത്ത് കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. AR ഇൻ സ്പോർട്സ്. ഇനി കളിക്കാൻ ഒരു ഫിസിക്കൽ കോർട്ടിന്റെ ആവശ്യമില്ല. ഇന്ന് ഇപ്പൊ കോർട്ടുകൾ നമുക്ക് സ്ഥലം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ നമുക്ക് വെർച്വൽ കോർട്ടുകൾ സൃഷ്ടിക്കാം. ആ കോർട്ടിൽ ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ കോർട്ടിൽ കളിക്കുന്നത് പോലെ തന്നെ ഏത് ഗെയിമും കളിക്കാം. ബാസ്കറ്റ് ബോൾ ആയാലും ടെന്നീസ് ആയാലും ഏത് ബോളായാലും ക്രിക്കറ്റ് ആയാലും ഏതായാലും ഏത് ഗെയിം ആയാലും നമുക്ക് അതിൽ കളിക്കാം. അടുത്തത് MR പോലീസിങ് ആൻഡ് മിലിറ്ററി. പോലീസും മിലിറ്ററിയും MR മിക്സഡ് റിയാലിറ്റി എങ്ങനെ ഉപയോഗിക്കും? MRന്റെ കണ്ണട വെച്ചുകൊണ്ട് നോക്കിയാൽ വലിയ കൂട്ടത്തിലായാൽ പോലും കുറ്റവാളികളെ എളുപ്പം കണ്ടെത്താൻ സാധിക്കും. ക്രൈം റെക്കോർഡിൽ പേരുള്ള ആരെയും കണ്ണടയുടെ സഹായത്തോടെ എളുപ്പം കണ്ടെത്താൻ കഴിയും. ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അയാളുടെ എല്ലാ വിവരങ്ങളും കണ്ണട അവർക്ക്, ആ ഓഫീസർക്ക് നൽകുന്നതായിരിക്കും. മിലിറ്ററിയെ സംബന്ധിച്ച് പറയുമ്പോൾ ബോർഡറുകളിൽ ഇതിന് വളരെ സാധ്യതകളുണ്ട്. കാരണം ഒരു മതിലിനപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് സാധാരണഗതിയിൽ അറിയാൻ കഴിയില്ല. എന്നാൽ MRന്റെ സഹായത്തോടെ വളരെ വ്യക്തമായി അറിയാൻ കഴിയും. വിർച്വൽ സ്മെൽ ആൻഡ് വിർച്വൽ ടേസ്റ്റ്. ആലോചിച്ച് നോക്കുക, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ കാശ്മീരിൽ ഇരിക്കുന്ന ആപ്പിളിന്റെ മണവും രുചിയും നോക്കിക്കൊണ്ട് വിലക്ക് വാങ്ങുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. ഐസ്ക്രീം വാങ്ങാൻ കടയിൽ ചെല്ലുമ്പോൾ വാനില, സ്ട്രോബെറി, ടെൻഡർ കോക്കനട്ട്, ജാക്ക് ഫ്രൂട്ട് മുതലായ പല ടേസ്റ്റുകളും കാണുന്നു. ഏത് വാങ്ങണമെന്ന് സംശയം ഉയരുന്നു. എല്ലാം ടെസ്റ്റ് ചെയ്ത് വാങ്ങാനുള്ള സംവിധാനം ഇന്നുണ്ട്.
പരമ്പരാഗത രീതിയിൽ കൈവിരൽ തൊട്ടെടുത്ത് നാവിൽ വെച്ച് നോക്കുന്ന രീതിയല്ല. ഒരു സെൻസർ നാവിൽ മുട്ടിച്ചു നോക്കിയാൽ മതി, രുചി അറിയാം. ഷൂ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ നമ്മൾ കാലിലിട്ട് നോക്കിയാണല്ലോ വാങ്ങിയിരുന്നത്. ഇനി കടയിൽ പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഷൂസ് ധരിച്ചു നോക്കി വാങ്ങാം വിർച്വലായിട്ട്. കൂടാതെ അതിൻ്റെ ലെതറിന്റെ സോഫ്റ്റ്നെസ് കൂടി നമുക്ക് തൊട്ടു നോക്കി ഫീൽ ചെയ്ത് വാങ്ങാം. സോഫ എല്ലാം വാങ്ങുമ്പോഴും അങ്ങനെ തന്നെ. AR is expecting 1 billion users by 2020. 2020 അവസാനം ആകുമ്പോഴേക്കും AR എക്സ്പെക്ട് ചെയ്യുന്നത് 1 ബില്യൺ യൂസേഴ്സ് ആണ്. ARന്റെ സഹായത്തോടെ കസ്റ്റമേഴ്സിന് ട്രൈ ബിഫോർ ബൈ എന്ന ലൈവ് എക്സ്പീരിയൻസ് കൊടുക്കാം. അവർക്ക് ഇപ്പോൾ നെയിൽ പോളിഷ് ഇട്ട് നോക്കാം വിർച്വലായിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാര്യമുള്ളത്, ഇപ്പം മാളിൽ പോയി നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മുടെ ഇമേജിനെ തന്നെ നമുക്ക് ഈ ഡ്രസ്സ് ധരിപ്പിച്ച് ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ ഇമേജിനെ വളരെയധികം ക്ലാരിറ്റിയിൽ കണ്ട് ബോധ്യപ്പെട്ട് ആ ഡ്രസ്സ് വാങ്ങാം. അതാണ് ഒരു പുതിയ ട്രെൻഡ്. VR ഹെഡ്സെറ്റിന്റെ യൂസേജ് 2019 ഇപ്പോൾ അത് 8.9 മില്യൺ ആയിരുന്നത് 2023 ആകുമ്പോഴേക്കും 68.5 മില്യൺ യൂണിറ്റായി മാറും. നേരത്തെ പറഞ്ഞ ഹെഡ്സെറ്റ്, AR ഹെഡ്സെറ്റ് എക്സിബിഷൻ ഹാളുകളിൽ വിർച്വൽ ഇമേജ് ആയിരിക്കും കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുക. നമ്മളൊരു സ്റ്റാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളും വിവരിച്ച് തരേണ്ടതുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് വിവരിച്ചു തരുന്നത് വിർച്വൽ ഇമേജുകളായിരിക്കും. റിമോട്ട് മെഷറിംഗ്, അളവുകളിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. സ്ഥലം അളവുകളിൽ മുമ്പ് ചങ്ങലയും ടേപ്പും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ടേപ്പും ഒക്കെ ഉപയോഗിച്ചാണ് അളന്നിരുന്നത്. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. ലേസർ ബീംസ് ഉപയോഗിച്ച് ഏത് അളവുകളും എടുക്കാം. ഇതിൽ ഏറ്റവും സൗകര്യം ഉയരങ്ങളുടെ അളവുകൾ എടുക്കാൻ ആരും എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. താഴെ നിന്നുകൊണ്ട് തന്നെ ഉയരത്തിന്റെ അളവെടുക്കാം. ഇപ്പൊ ബുർജ് ഖലീഫയുടെ അളവ് താഴെ നിന്ന് എടുക്കണം. മുൻപുള്ള രീതിയിലായിരുന്നു ഒരാൾ ടേപ്പുമായിട്ട് മോളിൽ കയറിയിട്ട് നോക്കണം, താഴെ ഒരാൾ നിൽക്കണം, ടേപ്പുമായിട്ട് ഒരാൾ മോളിൽ കയറി നിൽക്കണം. ഇനി അതൊന്നും വേണ്ട. താഴെ നിന്നുകൊണ്ട് തന്നെ ലേസർ ബീം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു റിഫ്ലക്ടറിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഏത് സ്ഥലത്തേക്കുള്ള ദൂരവും വീട്ടിലിരുന്ന് ആപ്പുകളോ മാപ്പുകളോ വഴി കണ്ടുപിടിക്കാം. മാനുഫാക്ചറിങ്, ട്രെയിനിങ് പീരീഡിൽ ഓൺ ദി ജോബ് ട്രെയിനിങ് ചെയ്യേണ്ടതുണ്ടല്ലോ, എന്നാലും നമുക്കത് എക്സ്പീരിയൻസ് ആവുള്ളൂ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഓൺ ദി ജോബ് ട്രെയിനിങ് വിർച്വലായി തന്നെ ചെയ്യാം. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലും വിർച്വൽ ഫെസിലിറ്റി അഡോപ്റ്റ് ചെയ്യാം. അതായത് ഓസ്ട്രേലിയയിൽ ഒരു മെഷീൻ റിപ്പയർ ആവുന്നു, നമുക്കിവിടെ ഇരുന്നു കൊണ്ട് വിർച്വലായി അവിടെയുള്ള ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടെ റിപ്പയർ ചെയ്യാം. നമ്മളൊരു പുതിയ മെഷീൻ വാങ്ങുമ്പോൾ അത് വിർച്വലായി റൺ ചെയ്ത് റിസൾട്ട് നോക്കി വാങ്ങാം. ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. HMT, ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണ്. HMTന്ന് ഒരു മെഷീൻ ജർമ്മനിയിലേക്ക് വിൽക്കുന്നു. അത് റിപ്പയർ ആയാൽ അവർ ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും 2 ആളുകൾ അങ്ങോട്ട് സാമഗ്രികളുമായി പുറപ്പെടുന്നു. ഇവിടുത്തെ ആളുകളുടെ ലഭ്യത അനുസരിച്ച് എത്ര ദിവസവും ആകാം. അവിടെ ചെന്ന് റിപ്പയർ ചെയ്യുന്നു. ചിലപ്പോൾ ഭാഷാ പ്രശ്നവും ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. മുൻകാലത്ത് ഇത് 1 മാസമൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ അതേ ദിവസം തന്നെ ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചേക്കും. എത്ര സാമ്പത്തിക ലാഭമാണ് ഉണ്ടാവുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യങ്ങൾ അവ സ്വന്തമായി ആലോചിച്ച് തീരുമാനിക്കും. കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ സ്വന്തമായിട്ടാണ് മനുഷ്യനെ പോലെ കാര്യങ്ങൾ തീരുമാനിക്കും, പ്രവർത്തിക്കും. എന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള 4th ജനറേഷൻ 5th ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്കൊന്നും നമ്മുടെ കോൺഷ്യസിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ കോൺഷ്യസിനെ മറികടക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രസിദ്ധ ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെ പോവുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ നാശമായിരിക്കും സംഭവിക്കുക എന്നതാണ്.
അതായത് ഭാവിയിൽ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഈസ് 100 million times faster than our brain. നമ്മുടെ ബ്രെയിനിനെക്കാളും 100 times million times ഫാസ്റ്റർ ആണ്. അതായത് അപ്പം നമ്മുടെ ബ്രെയിൻ അതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് -273 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് എത്ര ചൂടാണ് അത് എമിറ്റ് ചെയ്യുന്നത്. അതിനെ തണുപ്പിക്കാൻ വേണ്ടി നമുക്കറിയാം ഫ്രിഡ്ജിലെ എത്രയുണ്ട്, 4-5 ഡിഗ്രിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, -4-5 ഈ ഫ്രിഡ്ജിലുള്ള റെഫ്രിജറേറ്ററിലുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, -273 ഡിഗ്രി സെൽഷ്യസ്, അബ്സല്യൂട്ട് സീറോ. അപ്പൊ അത്ര തണുപ്പിലായിരിക്കും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു സെക്കൻഡിൽ 1 ട്രില്യൺ മൂവ്മെന്റ് നടത്താൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിനെ ആലോചിച്ചാൽ കിട്ടാത്ത സംഗതികളാണ്. 1 ട്രില്യൺ മൂവ്മെന്റ് ഒരു സെക്കൻഡിൽ. ഇതിന്റെ മുമ്പിൽ മനുഷ്യ മസ്തിഷ്കം ഒന്നുമല്ലാതായി മാറും. എലോൺ മസ്ക് പറയുന്നത് 5 കൊല്ലത്തിന് ശേഷം സംസാരം ആവശ്യമില്ലാതാവും എന്നാണ്. പണ്ടൊക്കെ ചിലർ നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമായിരുന്നു വാ തുറന്നിരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇനി നുണ പറയാൻ വാ തുറക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം കഴിക്കാൻ മാത്രം വായി തുറന്നാൽ മതി. ലാംഗ്വേജസ് ഗോയിങ് ടു ബി ആബ്സല്യൂട്ട്, ദർ ഇസ് നോ പോയിന്റ് ഇൻ ടോക്കിംഗ്. അതായത് ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം നമ്മുടെ ഈ കമ്പ്യൂട്ടറുകൾ തന്നെ നടത്തി തരും. ഈ കണ്ടുപിടുത്തങ്ങളിലൊക്കെ നടക്കുന്നത് പൊതുവായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതായത് മൊത്തത്തിൽ പൊതുവായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഓർഗനൈസ് മൈ ലൈഫ് ഫോർ മീ, ഓർഗനൈസ് മൈ ലൈഫ് ഫോർ മീ, എനിക്ക് വേണ്ടി എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ. അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി നമുക്ക് ഈ മായാലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടായി. നമുക്ക് ഈ മായാലോകത്തിൽ എല്ലാവരും ഒരു മായാലോകത്തിലായിരുന്നിരിക്കും വരാൻ പോകുന്ന ഈ കാര്യങ്ങൾ പറയുമ്പോൾ. ഇനി നമുക്ക് ഈ മായാലോകത്തിൽ നിന്ന് ഒന്ന് പുറത്തു വരാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുമലയുടെ 10% മാത്രമാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മഞ്ഞുമല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്, അതിൻ്റെ 10% മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. 90% വെള്ളത്തിനടിയിലാണ്. Our vision is to create a virtual world which is visually better than the present world. അതാണ് നമ്മുടെ വിഷൻ, ആയിരിക്കണം നമ്മുടെ വിഷൻ. ഭാവിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ കഴിഞ്ഞുകൂടാനല്ല 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ഇന്റർനെറ്റ് ഫ്ലുവൻസി. ഇന്റർനെറ്റ് ഫ്ലുവൻസി. അടുത്തത് രണ്ടാമത് ഇംഗ്ലീഷ് ഫ്ലുവൻസി, ഇംഗ്ലീഷിലുള്ള അനർഗളത. 3, മൈൻഡ് ഫ്ലുവൻസി, അതായത് മനസ്സിൻ്റെ അനർഗളത. പഴയ തലമുറയിൽപ്പെട്ട പലരും ഇതിന് പുറം തിരിഞ്ഞു നിൽക്കുന്നത് നാം കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയാൻ, വൻപന്മാരായിരുന്ന അംബാസഡർ, നോക്കിയ, കൊഡാക്ക് മുതലായവ ഇതിന് ഉദാഹരണങ്ങളാണ്. നമ്മുടെ നാട്ടുകാരൊക്കെ പറയുമ്പോൾ ചില ആളുകൾ, നാട്ടിലുള്ള ചിലർ പറയും, ഇന്റർനെറ്റ് ഒന്നും പഠിക്കാനാവില്ല സാറേ, വെറുതെ എന്തിനാ തല പുണ്ണാക്കുന്നത്. ഇവിടെയാണ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷന്റെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന ആശയം ബാധകമാകുന്നത്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ സാധിച്ചില്ലെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അല്ലെങ്കിൽ മാറ്റും അതുമീ നിങ്ങളെത്താൻ. അല്ലെങ്കിൽ അത് സ്വയം നിങ്ങളെ മാറ്റും, നിങ്ങളെ തള്ളി പുറകോട്ടിട്ടിട്ട് അത് കടന്നു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ നമുക്ക് അറിയാം, വൈഫൈ വന്നിട്ടുണ്ട്. ആ വൈഫൈ ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ലൈഫൈ ആണ്, ബ്ലോക്ക് ചെയിൻ ആണ്. ഇനി നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇതെല്ലാം.
ഇനി ഒരു മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അതൊരു മഹത്തായ വിപ്ലവം തന്നെയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്റർനെറ്റ് അല്ല, അല്ലെങ്കിൽ മീഡിയ നെറ്റ് എന്നും പറയാം. അങ്ങനെ ബ്രെയിൻ നെറ്റ് എന്നൊക്കെ ഇതിന് നമുക്ക് പേര് കൊടുക്കാം. അതായത് ലോകത്തിലെ ഏത് കമ്പ്യൂട്ടറുമായും ഏത് ഡാറ്റാ ബാങ്കുമായും ബന്ധപ്പെടാൻ കഴിവുള്ള ഒരു ചിപ്പ് നമ്മുടെ തലക്കുള്ളിൽ പ്രതിഷ്ഠിക്കുന്നു. ഒരു സെക്കൻഡിൽ 200 ബില്യൺ പ്രവൃത്തി എന്ന രീതിയിൽ നമുക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ സാധ്യതകളെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഉപയോഗിക്കുന്നത് വെറും 10% താഴെയാണ്. എന്നാൽ ബാക്കിയുള്ള 90% കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെയെല്ലാം മറികടക്കാൻ ആകും എന്നാണ് ചിന്തിക്കുന്നത്. ഇനി നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ 5 മേഖലകളെ കുറിച്ച് പറയാം. തങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാനുള്ള ഒരു മാർഗമായി മാത്രം ഉപഭോക്താവിനെ കാണാതെ അവരെ മറ്റുള്ള ഉപഭോക്താക്കളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പുതുമ കണ്ടെത്തുന്നതിന് ഒക്കെ ഉള്ള രീതിയായിട്ടാണ് നേരത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ കസ്റ്റമറിനെ കിങ് ആയി കാണുകയാണ്. അവരുടെ കാര്യം എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത്, അങ്ങനെയാണ് ഇന്നത്തെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത് മത്സരമാണ്. ഡിജിറ്റൽ ലോകത്ത് നാം മത്സരിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ നമ്മുടെ മേഖലയുമായി ബന്ധമില്ലാത്ത എന്നാൽ ഉപഭോക്താവിന് കൂടുതൽ മൂല്യം നൽകുന്ന സ്ഥാപനങ്ങളുമായാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാർ വിൽപ്പനക്കാരൻ ഭീഷണി നേരിടുന്നത് മറ്റൊരു കാർ വിൽപ്പനക്കാരനെ അല്ല, ഡ്രൈവറില്ല കാറുകളും ആയിട്ടാണ്. അത് ഉണ്ടാക്കി വിൽക്കുന്നതോ ഗൂഗിളിനെ പോലുള്ള വമ്പൻ കമ്പനികളും. ഡാറ്റ. ഇന്ന് ഡാറ്റയുടെ മഹാപ്രളയമാണ്. ബിസിനസ്സുകൾക്ക് ലഭ്യമായ ഈ ഡാറ്റ മാർക്കറ്റ് സർവേ പോലുള്ള സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങിലൂടെ ഉണ്ടാകുന്നതല്ല. പകരം ഉപഭോക്താക്കളുടെ ലൈനിലൂടെ ഉള്ള ഇടപെടലിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ്. സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ തുടങ്ങിയ ബിഗ് ടൂളുകൾ വഴി ബിസിനസ്സുകൾക്ക് കൂടുതൽ മൂല്യം കൊടുക്കാം. ഉപഭോക്താവിൻ്റെ മാറുന്ന താല്പര്യങ്ങൾ അറിയാം. ഉപഭോക്താവിന് കൂടുതൽ മൂല്യം കൊടുക്കാം. ഭാവിയിൽ വരാനിരിക്കുന്ന ട്രെൻഡുകൾ അറിയാം. ഡാറ്റ അനലിറ്റിക്സിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉൽപാദന പ്രക്രിയയിൽ മാനേജ്മെന്റ് മെച്ചപ്പെടുത്താം. അങ്ങനെ മെച്ചപ്പെടുത്തിയ ധാരാളം കമ്പനികൾ ഇന്ന് നിലവിൽ ഉണ്ട്. ഇന്നൊവേഷൻ. ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജി പുതിയ ആശയങ്ങൾ വിപണിയിൽ പരീക്ഷിക്കുന്നത് എളുപ്പവും വേഗതയേറിയതും ചെലവ് കുറഞ്ഞതും ആക്കി മാറ്റുന്നു. ഇനിയൊന്ന് മൂല്യമാണ്. മുന്നേറാനുള്ള ഏക മാർഗം പരിവർത്തനത്തിന്റെ പാതയിലേക്ക് ബിസിനസ്സിനെ മാറ്റിയെടുക്കുക എന്നതാണ്. മാറ്റം വന്നിട്ട് മാറാം എന്ന് വിചാരിച്ച് കാത്തിരിക്കാതെ വരുന്ന അവസരങ്ങൾ മുൻകൂട്ടി കണ്ട് അവയെ മാറ്റം വരുന്നതിന് മുമ്പ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. എന്തുകൊണ്ടാണ് സ്ഥാപനങ്ങൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തണം എന്ന് പറയുന്നത്? അതിന് നമുക്ക് ഒരു 10 കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ 10 പ്രയോജനങ്ങൾ ഇനി ഞാൻ പറയാം. ഒന്നാമത്, കാര്യക്ഷമത കൂട്ടുന്നു. ബിസിനസിന്റെ കാര്യക്ഷമത. മാനുവൽ ഡാറ്റ എൻട്രി മുതൽ പലതും സ്ഥാപനത്തിന്റെ വളർച്ച മന്ദഗതിയിലാക്കുന്നു. മാനുവലായിട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നു, ലാഭക്ഷമത കുറക്കുന്നു. എന്നാൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഈ തടസ്സങ്ങളെല്ലാം നീക്കുന്നു. ഇന്നൊവേഷൻ. രണ്ടാമതായി, ഇന്നൊവേഷൻ ത്വരിതപ്പെടുത്തുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ പുതിയ ആശയങ്ങൾ ബിസിനസ്സിൽ എളുപ്പത്തിലും ചെലവ് കുറച്ചും പരീക്ഷിക്കാനാവുന്നു. മൂന്നാമത്, ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നു. ഉപഭോക്താവിന്റെ മാറുന്ന രുചിക്കനുസരിച്ച് ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉപഭോക്താവിന്റെ പ്രതീക്ഷകൾക്ക് കൂടുതൽ നിറം പകരാം. ചെലവ് ചുരുക്കാൻ ആവുന്നു. കൂടുതൽ ബിസിനസ്സിലുള്ള ചെലവുകൾ ചുരുക്കാനാവുന്നു. ബിസിനസ്സുകാർക്ക് ഏറ്റവും ലാഭത്തിൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്ന മാർക്കറ്റ് ഓൺലൈനിലൂടെ കണ്ടെത്തി അവിടെ നിന്ന് ബിസിനസ് ഉൽപ്പന്നങ്ങൾ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റും. ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കും. 5, പുതിയ വിപണികളിലേക്ക് നമുക്ക് കടക്കാനാവുന്നു. ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത വിപണികളിലേക്ക് കടന്നു ചെന്ന് പുതിയ ഉപഭോക്താക്കളെ നേടാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലൂടെ സ്ഥാപനങ്ങൾക്ക് സാധിക്കും. തീരുമാനമെടുക്കൽ വേഗത്തിലാക്കുന്നു. ഡിജിറ്റലായി മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ആധുനിക ബിസിനസ് ടൂളുകൾ ഉപയോഗിച്ച് ലഭ്യമായ ഡേറ്റ പ്രയോജനപ്പെടുത്തുന്നു.
ഇതുവഴി സാഹചര്യങ്ങളോട് അതിവേഗം പ്രതികരിക്കാനും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നു. ആഗോള തലത്തിലേക്ക് വളരാൻ ആകുന്നു. അടുത്ത 7ാമത്തെ പോയിന്റാണ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് കടന്നു വന്ന സ്ഥാപനങ്ങളുടെ വിപണി ലോകം മുഴുവൻ നിറഞ്ഞതായിരിക്കും. നാം ഒരു പ്രത്യേക സ്ഥലത്തിരുന്നു കൊണ്ടല്ല ബിസിനസ്, ലോകം മുഴുവനാണ് നാം ബിസിനസ് ചെയ്യുന്നത്. അതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾ പരമ്പരാഗത സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വൻ വളർച്ച നേടുന്നു. അടുത്തത് ലാഭം കൂട്ടുന്നു എന്നതാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഫലമായി വളരെ കാര്യക്ഷമതയോടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ, പുതിയ വിപണികളിലേക്ക് ഇറങ്ങുമ്പോൾ, ഉപഭോക്തൃ സംതൃപ്തി നേടുമ്പോൾ ഒക്കെ ലഭിക്കുന്ന പ്രയോജനം എന്നാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലാഭം കൂടുന്നു എന്നതാണ്. കണക്റ്റഡ് ആണ്, ലോകവുമായി ഇവർ കണക്റ്റഡ് ആണ്. ഇത്തരം സ്ഥാപനങ്ങൾ ഡിജിറ്റൽ ലോകത്ത് വളരെ പ്രശസ്തമായിരിക്കും. ശക്തമായ ബന്ധങ്ങൾ ഇവർ കെട്ടിപ്പടുക്കും. വിശാലമായ ഇവരുടെ നെറ്റ്വർക്കിംഗ് ഉടനീളം പ്രയോജനപ്പെടുത്താനാകുന്നു. ഇതുവഴി ഇവർക്ക് ഗ്ലോബൽ ഫണ്ടിങ് ലഭിക്കുന്നു. മുന്നേറാൻ പുതിയ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിന് സാധിക്കുന്നു. അടുത്തത് കാലത്തിന് മുന്നേ നടക്കുന്നു. ഇതാണ് പ്രധാനം. ഗ്ലോബൽ വിപണിയിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സമീപ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ സമയാസമയം അറിഞ്ഞ് പുതിയ ട്രെൻഡുകൾ സൃഷ്ടിച്ച് എതിരാളികളെക്കാൾ ഒരു പടി മുന്നേ നടക്കാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് തയ്യാറായ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു. മറ്റു സംരംഭകർ പുതിയൊരു കാര്യത്തെക്കുറിച്ച് കേട്ടു തുടങ്ങുമ്പോഴേ ഇവർ അത് സ്വന്തം സ്ഥാപനത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇനിയുള്ള കാലത്ത് ബിസിനസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണെന്ന് പറയുന്നത്? അത് വിപണി എന്ന യുദ്ധക്കളത്തിൻ്റെ രൂപവും ഭാവവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള കാലം ഫോക്കസ് ചെയ്യേണ്ടത്. ബ്രെയിൻ ഏറ്റവും എഫക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളായിരിക്കും വരാൻ പോകുന്ന യുദ്ധത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടുന്നത്. ബ്രെയിനിൻ്റെ സാധ്യതകൾ അത് ഓപ്പറേറ്റ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ക്രിയേറ്റ് ചെയ്യുക. എന്ത് വാങ്ങിയാലും, ഇപ്പം നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും അതിനൊരു ഓപ്പറേറ്റിംഗ് മാനുവൽ നമുക്ക് ലഭിക്കും. അത് നോക്കിയാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ബ്രെയിനിന് അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ടോ? ഇല്ല. അതാണ് ഞങ്ങൾ ലൈഫ് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡോക്ടർ പി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം അതിനു വേണ്ടിയാണ് മാറ്റിവെച്ചത്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാസ്റ്ററി ബ്രെയിനുകളെ, തലച്ചോറുകളെ, മസ്തിഷ്കങ്ങളെ ഇളക്കി മറിക്കുന്നതാണ്, കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ NLP സെയിൽസ് മാസ്റ്ററി തൻ്റെ കസ്റ്റമറോട് അവരുടെ തലച്ചോറുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് മാസ്റ്ററി ഒരുപാട് ബിസിനസ്സുകാരെ തങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് മുകളിലേക്ക് ഉയർത്തിയിട്ടുള്ള ഒന്നാണ്. ഇത് അടുത്തിടെയായി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ വരുമാനം നേടാൻ 136 വഴികൾ എന്നുള്ള ഈ പുസ്തകം. അദ്ദേഹത്തിൻ്റെ 38 പുസ്തകങ്ങൾ അദ്ദേഹം ഇതുവരെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം എഴുതിയ ഒന്നാണ് സമ്പത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകം. 12 വാള്യങ്ങളാണ് ആ പുസ്തകം. അങ്ങനെ ഒരുപാട് അദ്ദേഹം ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, മനുഷ്യ മനസ്സുകളെ ഉത്തേജിപ്പിക്കാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണ് മിസ്റ്റർ പി വിജയൻ്റേത്. ഇൻ ദി ലാസ്റ്റ് മൊമെന്റ് ഐ ഹാവ് ടെൽ യു സംതിങ് ദാറ്റ് ഈസ്, നമുക്കറിയാം ഈ ലോകത്തെ ഒരു കാലത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദിനോസറുകൾ എന്തുകൊണ്ടാണ് നാടു നീക്കിയതെന്ന്, അപ്രത്യക്ഷമായതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് മാറുന്ന സാഹചര്യങ്ങളെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം യൂസ്ലെസ്, നമ്മൾ ഒന്നുമല്ലാതായി തീരും എന്ന് ഉണർത്തിക്കൊണ്ട് ഈ സമയം ഞാൻ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ
ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. Thank you very much, Mr. Alikunju Baba. You are welcome, madam. Your topic on digital transformation really, I think, transformed all of us. It was a joy listening to you. Some parts were very funny, some parts were very informative, and we really enjoyed it. And of course, Dr. Vijayan, as you said, is Doctor of Transformation. So for all those who want to update themselves, I think the route is clear, the path is clear. We just have to make a quick decision. And you talked about internet fluency, English fluency, mind fluency, which is what we all did in EIM. E is English, I is internet, and M is mind. So we have all learned that. And of course, it was, you talked about the theory of evolution, which is very true, and the survival of the fittest. So, and you talked about digital transformation, about customer, about competition, and many other subjects which we all heard patiently. And also, why digital transformation? It's about innovation, cutting overhead costs, entering new markets, global partners, on and on you have gone. Thank you very much. It was very informative. I hope everyone took down some notes, or else you can have Sir's, Dr. Vijayan's 136 Ways book to refer, or you can join us where we are at our sessions. And before I sign off for today, I would like to quote Dr. Abdul Kalam, who said, "Dream, dream, dream. Dreams transfer into thoughts, and thoughts into action. If you fail, never give up, because fail means first attempt in learning. And life itself is a learning process," says Farida Yusuf.